എഡ്യൂകസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് 50 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റാണ്. PSC വരുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. എല്ലാം തന്നെ പ്രധാന ചോദ്യങ്ങളാണ്. ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻസ് കാണപ്പെടുന്നത് ഏത് ഗ്രന്ഥിയിലാണ്? ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻസ് കാണപ്പെടുന്നത് ഓപ്ഷൻ എ പാൻക്രിയാസ്. പാൻക്രിയാസിലാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻസ് കാണപ്പെടുന്നത്. താഴെ നൽകിയവയിൽ ജലത്തിൽ ലയിക്കുന്ന ജീവകം ഏതാണ്? നൽകിയിട്ടുള്ളവയിൽ ജലത്തിൽ ലയിക്കുന്ന വിറ്റമിൻ ഏതാണ്? ഓപ്ഷൻ ബി വൈറ്റമിൻ സി. വൈറ്റമിൻ സി ആണ് നൽകിയിരിക്കുന്നവയിൽ ജലത്തിൽ ലയിക്കുന്ന ജീവകം. കേരളത്തിൽ നിയമസാക്ഷരത നേടിയ ആദ്യ വില്ലേജ്. കേരളത്തിൽ നിയമസാക്ഷരത നേടിയ ആദ്യ വില്ലേജ് ഏതാണ്? ഓപ്ഷൻ എ ഒല്ലൂക്കര. ഒല്ലൂക്കരയാണ് കേരളത്തിൽ നിയമസാക്ഷരത നേടിയ ആദ്യ വില്ലേജ്. മനുഷ്യാവകാശ ദിനം ആചരിക്കുന്നത് എന്നാണ് മനുഷ്യാവകാശ ദിനം? ഓപ്ഷൻ ബി ഡിസംബർ 10. ഡിസംബർ 10 മനുഷ്യാവകാശ ദിനം. പാളികളായി രൂപപ്പെടുന്ന ശിലകൾ ഏതാണ്? നൽകിയിട്ടുള്ളവയിൽ പാളികളായി രൂപപ്പെടുന്ന ശിലകൾ ഓപ്ഷൻ സി അവസാദ ശിലകൾ. നൽകിയിട്ടുള്ളവയിൽ അവസാദ ശിലകളാണ് പാളികളായി രൂപപ്പെടുന്ന ശിലകൾ. മുറിവുകളിൽ രക്തം കട്ട പിടിക്കാതിരിക്കുന്ന ജനിതക രോഗം. നൽകിയിട്ടുള്ളവയിൽ മുറിവുകളിൽ രക്തം കട്ട പിടിക്കാതിരിക്കുന്ന ജനിതക രോഗം ഏതാണ്? ഓപ്ഷൻ എ ഹീമോഫീലിയ. ഹീമോഫീലിയയാണ് മുറിവുകളിൽ രക്തം കട്ട പിടിക്കാതിരിക്കുന്ന ജനിതക രോഗം. ഏറ്റവും കൂടുതൽ സ്ഥിരതയുള്ള ഐസോടോപ്പുകളുള്ള മൂലകം. നൽകിയിട്ടുള്ളവയിൽ ഏറ്റവും കൂടുതൽ സ്ഥിരതയുള്ള ഐസോടോപ്പുകളുള്ള മൂലകം ഏതാണ്? ഓപ്ഷൻ എ ടിൻ. നൽകിയിട്ടുള്ളവയിൽ ടിൻ എന്ന മൂലകമാണ് ഏറ്റവും കൂടുതൽ സ്ഥിരതയുള്ള ഐസോടോപ്പുകളുള്ള മൂലകം. നന്നായി ശ്വസിക്കാൻ കഴിയാത്തത് മൂലം ശരീരത്തിന് ശരിയായ അളവിൽ ഓക്സിജൻ ലഭ്യമാകാതെ വരുന്ന അവസ്ഥ. നന്നായി ശ്വസിക്കാൻ കഴിയാത്തത് മൂലം ശരീരത്തിന് ശരിയായ അളവിൽ ഓക്സിജൻ ലഭ്യമാകാതെ വരുന്ന അവസ്ഥ അറിയപ്പെടുന്നത് ഓപ്ഷൻ എ അസ്ഫിക്സിയ. നന്നായി ശ്വസിക്കാൻ കഴിയാത്തത് മൂലം ശരീരത്തിന് ശരിയായ അളവിൽ ഓക്സിജൻ ലഭ്യമാകാതെ വരുന്ന അവസ്ഥയാണ് അസ്ഫിക്സിയ. കേരളത്തിലാദ്യത്തെ ജൈവഗ്രാമം. കേരളത്തിലാദ്യത്തെ ജൈവഗ്രാമം ഏതാണ്? ഓപ്ഷൻ ബി ഉടുമ്പന്നൂർ. ഉടുമ്പന്നൂരാണ് കേരളത്തിലാദ്യത്തെ ജൈവഗ്രാമം. കേരളത്തിലാദ്യത്തെ റെയിൽവേ ലൈൻ നിലവിൽ വന്ന വർഷം. കേരളത്തിലാദ്യത്തെ റെയിൽവേ ലൈൻ നിലവിൽ വന്നത് ഓപ്ഷൻ ഡി 1861. 1861 കേരളത്തിലാദ്യത്തെ റെയിൽവേ ലൈൻ നിലവിൽ വന്നത്. നേപ്പാളിൽ നിന്ന് ഇന്ത്യയിൽ പ്രവേശിക്കുകയും തടപ്രദേശം ടിബറ്റ്, നേപ്പാൾ, ഇന്ത്യ എന്നിവിടങ്ങളിലായി വ്യാപിച്ചു കിടക്കുകയും ചെയ്യുന്ന നദി. നേപ്പാളിൽ നിന്ന് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുകയും തടപ്രദേശം ടിബറ്റ്, നേപ്പാൾ, ഇന്ത്യ എന്നിവിടങ്ങളിലായി വ്യാപിച്ചു കിടക്കുകയും ചെയ്യുന്ന നദി ഏതാണ്? ഓപ്ഷൻ ബി കോസി. കോസി നദിയാണ് നേപ്പാളിൽ നിന്ന് ഇന്ത്യയിൽ പ്രവേശിക്കുകയും തടപ്രദേശം ടിബറ്റ്, നേപ്പാൾ, ഇന്ത്യ എന്നിവിടങ്ങളിലായി വ്യാപിച്ചു കിടക്കുകയും ചെയ്യുന്ന നദി. ദേശീയോദ്യാനമായി സംരക്ഷിക്കപ്പെടുന്ന പാലക്കാട് ജില്ലയിലെ നിത്യഹരിതവനം. ദേശീയോദ്യാനമായി സംരക്ഷിക്കപ്പെടുന്ന പാലക്കാട് ജില്ലയിലെ നിത്യഹരിതവനമാണ് ഓപ്ഷൻ എ സൈലന്റ് വാലി. സൈലന്റ് വാലിയാണ് ദേശീയോദ്യാനമായി സംരക്ഷിക്കപ്പെടുന്ന പാലക്കാട് ജില്ലയിലെ നിത്യഹരിത വനം. പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖല ഏതാണ്? പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖല ഓപ്ഷൻ എ പ്രാഥമിക മേഖല. പ്രാഥമിക മേഖലയാണ് പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖല. ലിസ്ബൺ ഡിക്ലറേഷൻ എന്തുമായി ബന്ധപ്പെട്ടതാണ്? തന്നിരിക്കുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടതാണ് ലിസ്ബൺ ഡിക്ലറേഷൻ? ഓപ്ഷൻ എ സമുദ്ര സംരക്ഷണം. സമുദ്ര സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ലിസ്ബൺ ഡിക്ലറേഷൻ. അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ കുഷ്ഠരോഗം.
കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിനായിട്ടുള്ള ഒരു പദ്ധതിയാണ് അശ്വമേധം പദ്ധതി. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവം. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവം ഓപ്ഷൻ ബി മലയാളി മെമ്മോറിയൽ. മലയാളി മെമ്മോറിയലാണ് സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവം. കേരളത്തിലെ ഏക സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരളത്തിലെ ഏക സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ സി ആദിത്യപുരം. കേരളത്തിലെ ഏക സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആദിത്യപുരത്താണ്. ഏത് അവയവത്തെയാണ് എൻസെഫലൈറ്റിസ് ബാധിക്കുന്നത്? ഏത് അവയവത്തെയാണ് എൻസെഫലൈറ്റിസ് ബാധിക്കുന്നത്? ഓപ്ഷൻ ഡി മസ്തിഷ്കം. മസ്തിഷ്കത്തെയാണ് എൻസെഫലൈറ്റിസ് ബാധിക്കുന്നത്. മംഗൾയാൻ 1 ദൗത്യം വിക്ഷേപിച്ച വർഷമേത്? ഏത് വർഷത്തിലായിരുന്നു മംഗൾയാൻ 1 ദൗത്യം വിക്ഷേപിച്ചത്? ഓപ്ഷൻ ഡി 2013 നവംബർ 5. 2013 നവംബർ 5 മംഗൾയാൻ 1 ദൗത്യം വിക്ഷേപിച്ചത്. ഷഡ്പദങ്ങളുടെ വിസർജനാവയവം ഏതാണ്? ഷഡ്പദങ്ങളുടെ വിസർജനാവയവം ഓപ്ഷൻ ഡി മാൽപീജിയൻ നാളികൾ. മാൽപീജിയൻ നാളുകളാണ് ഷഡ്പദങ്ങളുടെ വിസർജനാവയവം. ചന്ദ്രനിൽ പതാക നാട്ടിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? ചന്ദ്രനിൽ പതാക നാട്ടിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? ഓപ്ഷൻ സി 4. ചന്ദ്രനിൽ പതാക നാട്ടിയ 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. രുക്മിണി എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ വാർത്താവിനിമയ ഉപഗ്രഹം ഏതാണ്? തന്നിരിക്കുന്നവയിൽ രുക്മിണി എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ വാർത്താവിനിമയ ഉപഗ്രഹം ഓപ്ഷൻ ഡി ജിസാറ്റ് 7. ജിസാറ്റ് 7 ആണ് തന്നിരിക്കുന്നവയിൽ രുക്മിണി എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യയുടെ വാർത്താവിനിമയ ഉപഗ്രഹം. 95% കാർബൺ അടങ്ങിയിരിക്കുന്ന കൽക്കരി. തന്നിരിക്കുന്നവയിൽ 95% കാർബൺ അടങ്ങിയിരിക്കുന്ന കൽക്കരിയാണ് ഓപ്ഷൻ ബി ആന്ത്രസൈറ്റ്. ആന്ത്രസൈറ്റ് ആണ് 95% കാർബൺ അടങ്ങിയിരിക്കുന്ന കൽക്കരി. വനസ്പതി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വാതകം. തന്നിരിക്കുന്നവയിൽ വനസ്പതി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? ഓപ്ഷൻ സി ഹൈഡ്രജൻ. ഹൈഡ്രജൻ ആണ് തന്നിരിക്കുന്നവയിൽ വനസ്പതി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വാതകം. ISROയുടെ ആസ്ഥാന മന്ദിരം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ISROയുടെ ആസ്ഥാന മന്ദിരം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി അന്തരീക്ഷ ഭവൻ. അന്തരീക്ഷ ഭവൻ എന്ന പേരിലാണ് ISROയുടെ ആസ്ഥാന മന്ദിരം അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ പ്രഥമ കൃത്രിമോപഗ്രഹം വിക്ഷേപിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്? ഇന്ത്യയുടെ പ്രഥമ കൃത്രിമോപഗ്രഹം വിക്ഷേപിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്തായിരുന്നു? ഓപ്ഷൻ സി 5ാം പദ്ധതി. 5ാം പഞ്ചവത്സര പദ്ധതി കാലത്തായിരുന്നു ഇന്ത്യയുടെ പ്രഥമ കൃത്രിമോപഗ്രഹം വിക്ഷേപിച്ചത്. 281 ആൻഡ് ബിയോണ്ട് ഏത് കായിക താരത്തിൻ്റെ ആത്മകഥയാണ്? 281 ആൻഡ് ബിയോണ്ട് ഏത് കായിക താരത്തിൻ്റെ ആത്മകഥയുടെ പേരാണ്? ഓപ്ഷൻ സി VVS ലക്ഷ്മൺ. ക്രിക്കറ്റ് താരമായിരുന്ന VVS ലക്ഷ്മണിൻ്റെ ആത്മകഥയുടെ പേരാണ് 281 ആൻഡ് ബിയോണ്ട്. കായാന്തരിത ശിലകൾക്ക് ഉദാഹരണം. തന്നിരിക്കുന്നവയിൽ കായാന്തരിത ശിലകൾക്ക് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻ എ മാർബിൾ. തന്നിരിക്കുന്നവയിൽ മാർബിൾ ആണ് കായാന്തരിത ശിലകൾക്ക് ഉദാഹരണം. കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം ഏതാണ്? ഓപ്ഷൻ ഡി കുമ്പളങ്ങി. തന്നിരിക്കുന്നവയിൽ കുമ്പളങ്ങിയാണ് കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം. തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ആരാണ്? തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ആരാണ്? ഓപ്ഷൻ എ ഗൗരി പാർവതി ഭായ്. ഗൗരി പാർവതി ഭായ് ആയിരുന്നു തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി. താഴെ പറയുന്നവയിൽ ഏത് നദിയാണ് സിയാച്ചിൻ ഹിമാനിയിൽ നിന്ന് ഉദ്ഭവിക്കുന്നത്? താഴെ പറയുന്നവയിൽ ഏത് നദിയാണ് സിയാച്ചിൻ ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്നത്? ഓപ്ഷൻ സി നുബ്ര. തന്നിരിക്കുന്നവയിൽ നുബ്ര നദിയാണ് സിയാച്ചിൻ ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്നത്. പശ്ചിമഘട്ടം കേരളത്തിൽ അറിയപ്പെടുന്ന മറ്റൊരു പേര്. പശ്ചിമഘട്ടം
കേരളത്തിൽ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഓപ്ഷൻ ഡി സഹ്യപർവ്വത നിരകൾ. പശ്ചിമഘട്ടം കേരളത്തിൽ അറിയപ്പെടുന്ന മറ്റൊരു പേര് സഹ്യപർവ്വത നിരകൾ എന്നാണ്. ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് പൗരൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് പൗരൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ സി 19. ഭരണഘടന ആർട്ടിക്കിൾ 19 പൗരൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. റിപ്പോ നിരക്ക് എന്നാൽ തന്നിരിക്കുന്നവയിൽ റിപ്പോ നിരക്ക് എന്നാൽ എന്താണ്? ഓപ്ഷൻ ബി റിസർവ് ബാങ്ക് മറ്റ് ബാങ്കുകളിൽ നിന്ന് ഈടാക്കുന്ന പലിശ. റിസർവ് ബാങ്ക് മറ്റ് ബാങ്കുകളിൽ നിന്ന് ഈടാക്കുന്ന പലിശയാണ് റിപ്പോ നിരക്ക്. ചെറുകുടലിൽ ജലം ആഗിരണം ചെയ്യപ്പെടുന്ന രീതി തന്നിരിക്കുന്നവയിൽ ചെറുകുടലിൽ ജലം ആഗിരണം ചെയ്യപ്പെടുന്ന രീതി അറിയപ്പെടുന്നത് ഓപ്ഷൻ സി ഓസ്മോസിസ്. ചെറുകുടലിൽ ജലം ആഗിരണം ചെയ്യപ്പെടുന്ന രീതി അറിയപ്പെടുന്നത് ഓസ്മോസിസ് എന്നാണ്. ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗം. ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യത്തെ പുരുഷ അംഗം ആരായിരുന്നു? ഓപ്ഷൻ ഡി അലോക് റാവത്ത്. അലോക് റാവത്ത് ആയിരുന്നു ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗം. കൂൺ ശിലകൾ രൂപപ്പെടാൻ കാരണമെന്ത്? തന്നിരിക്കുന്നവയിൽ കൂൺ ശിലകൾ രൂപപ്പെടാൻ കാരണം ഓപ്ഷൻ എ കാറ്റ്. തന്നിരിക്കുന്നവയിൽ കാറ്റാണ് കൂൺ ശിലകൾ രൂപപ്പെടാൻ കാരണം ആകുന്നത്. ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം. ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഓപ്ഷൻ എ സ്റ്റെയിൻലെസ് സ്റ്റീൽ. സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം. ലോക ക്ഷയരോഗ ദിനം എന്നാണ്. ലോക ക്ഷയരോഗ ദിനം ഓപ്ഷൻ എ മാർച്ച് 24. മാർച്ച് 24 ലോക ക്ഷയരോഗ ദിനം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ മൗലികാവകാശ ന്യൂനപക്ഷ കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ മൗലികാവകാശ ന്യൂനപക്ഷ കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നത് ഓപ്ഷൻ ബി വല്ലഭായ് പട്ടേൽ. വല്ലഭായ് പട്ടേൽ ആയിരുന്നു ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ മൗലികാവകാശ ന്യൂനപക്ഷ കമ്മിറ്റിയുടെ ചെയർമാൻ. ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെന്റ് പാസാക്കിയത് ഏത് വർഷമാണ്? ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെന്റ് പാസാക്കിയത് ഏത് വർഷമായിരുന്നു? ഓപ്ഷൻ സി 1955. 1955 ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെന്റ് പാസാക്കിയത്. ഏത് കടലിൻ്റെ നീലനിറമാണ് സി വി രാമൻ രാമൻ ഇഫക്റ്റ് കണ്ടെത്താൻ പ്രചോദനമായത്? ഏത് കടലിൻ്റെ നീലനിറമാണ് സി വി രാമനെ രാമൻ ഇഫക്റ്റ് കണ്ടെത്താൻ പ്രചോദനമായത്? ഓപ്ഷൻ സി മെഡിറ്ററേനിയൻ കടൽ. മെഡിറ്ററേനിയൻ കടലിൻ്റെ നീലനിറമായിരുന്നു സി വി രാമനെ രാമൻ ഇഫക്റ്റ് കണ്ടെത്താൻ പ്രചോദിപ്പിച്ചത്. ക്യൂണിഫോം ലിപി ബന്ധപ്പെട്ടിരിക്കുന്നത് തന്നിരിക്കുന്നവയിൽ ക്യൂണിഫോം ലിപി ബന്ധപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻ സി മെസപ്പൊട്ടോമിയൻ സംസ്കാരം. മെസപ്പൊട്ടോമിയൻ സംസ്കാരവുമായിട്ടാണ് ക്യൂണിഫോം ലിപി ബന്ധപ്പെട്ടിരിക്കുന്നത്. 1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം. 1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം ഓപ്ഷൻ എ തൃശ്ശൂർ. തൃശ്ശൂരിലായിരുന്നു 1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ടത്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം ഓപ്ഷൻ ബി അഞ്ജു ബോബി ജോർജ്. അഞ്ജു ബോബി ജോർജ് ആയിരുന്നു ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം. സ്വത്താവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത പ്രധാനമന്ത്രി. സ്വത്താവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത പ്രധാനമന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ സി മൊറാർജി ദേശായി. മൊറാർജി ദേശായി ആയിരുന്നു സ്വത്താവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത പ്രധാനമന്ത്രി. വിദ്യാഭ്യാസം മൗലികാവകാശമായി മാറിയത് ഏത് ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ്? വിദ്യാഭ്യാസം മൗലികാവകാശമായി മാറിയത് ഏത് ഭരണഘടനാ ഭേദഗതി അനുസരിച്ചായിരുന്നു? ഓപ്ഷൻ സി 86 ഭേദഗതി. ഭരണഘടനാ ഭേദഗതി
86 അനുസരിച്ചായിരുന്നു വിദ്യാഭ്യാസം മൗലികാവകാശമായി മാറിയത്. വിന്ധ്യാപർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗം. വിന്ധ്യാപർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗം. ഓപ്ഷൻ എ ഡക്കാൻ പീഠഭൂമി. ഡക്കാൻ പീഠഭൂമിയാണ് വിന്ധ്യാപർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗം. ഹരിതഗൃഹവാതകം അല്ലാത്തത് ഏത്? തന്നിരിക്കുന്നവയിൽ ഹരിതഗൃഹവാതകം അല്ലാത്തത് ഓപ്ഷൻ ബി നൈട്രജൻ. തന്നിരിക്കുന്നവയിൽ നൈട്രജനാണ് ഹരിതഗൃഹവാതകം അല്ലാത്തത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ഏത് വർഷമായിരുന്നു? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ഓപ്ഷൻ എ 1858. 1858 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.